നമസ്കാരം. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഈ കഴിഞ്ഞ വർഷം 2025 ചിലർക്കൊക്കെ വ്യക്തിപരമായോ അല്ലാതെയോ ഒക്കെയുള്ള പല ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളുമൊക്കെ കടന്നുപോയിട്ടുള്ള വർഷമാകാം. പക്ഷേ പുതിയ വർഷം തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും പ്രതീക്ഷകളുടേതാണ്. ഈശ്വരാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പുതുവർഷത്തിൽ ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് ശബരിമല അയ്യപ്പൻ്റെ ഭക്തരായിട്ടുള്ള ആളുകൾക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ്. സഖാക്കൾ കട്ട അയ്യപ്പൻ്റെ സ്വർണം എത്രയും വേഗം കണ്ടെത്തണം എന്നുള്ളതാണ്. അത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി, ഈ പുതിയ വർഷത്തിൽ വീടുകളിൽ സ്വർണം സൂക്ഷിച്ചിട്ടുള്ള ആളുകളും ജാഗ്രത കാണിക്കണം. കാരണം ഈ അയ്യപ്പൻ്റെ സ്വർണം കട്ട സഖാക്കൾ ന്യായീകരണ ക്യാപ്സ്യൂളുകളുമായിട്ട് നമ്മുടെ വീടുകളിൽ വരാൻ പോവുകയാണ്. മുൻപ് ആചാര ലംഘനം നടത്താൻ കൂട്ടുനിന്ന ശേഷം ഇതേപോലെ CPMകാർ വീടുകളിൽ കയറി ഇറങ്ങിയത് നിങ്ങളെല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാവും. അന്ന് ചിലരെങ്കിലും ആ വരവിൽ ആത്മാർത്ഥത കണ്ടതുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ എന്ന ദുരന്തം കേരളം ഏറ്റുവാങ്ങേണ്ടി വന്നത്. നമ്മൾ നോക്കണം, 2019 കമ്മ്യൂണിസ്റ്റുകാർ വീട് കയറി മാപ്പ് പറയൽ നാടകം നടത്തുമ്പോൾ സമാന്തരമായി സന്നിധാനത്ത് മോഷണവും നടത്തുകയായിരുന്നു. ആചാരലംഘനത്തിന് മാപ്പ് പറയാൻ എന്ന പേരിൽ ഇവർ വീട് കയറിയ അതേ സമയത്താണ് ഈ പോറ്റിയെ ശബരിമലയിൽ കയറ്റി ദ്വാരപാലകന്മാരുടെ സ്വർണ്ണപ്പാളി കട്ടത്. അതുകൊണ്ട് ഈ തവണ മാപ്പ് പറയാൻ വരുന്ന സഖാക്കളോട് ചില കാര്യങ്ങൾ ചോദിച്ച് വ്യക്തത വരുത്തണം എന്നെനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന്, ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച ഭഗവാന്റെ മുതൽ സ്വർണം അതെവിടെയുണ്ട്? 2, ആരാണ് ശരിക്കും പോറ്റിയെ ശബരിമലയിൽ കയറ്റാൻ സഹായിച്ചത്, അഥവാ ഉണ്ണികൃഷ്ണനെ സ്പോൺസർ വേഷം കെട്ടിച്ചത്? 3, മോഷണം നടക്കുന്ന കാലത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എന്തായിരുന്നു ബന്ധം? 4, മോഷണക്കേസിൽ പ്രതിയായ മുൻ MLA A. പത്മകുമാറിനെതിരെ എന്തുകൊണ്ടാണ് പാർട്ടി നടപടിയെടുക്കാത്തത്, അല്ലെങ്കിൽ അതിന് ധൈര്യമില്ലാത്തത്? 5, ഇവരുടെ ഭരണകാലത്ത് ശബരിമല ശ്രീകോവിലിലെ സ്വർണം മോഷണം പോയി. രണ്ടാം ഭരണകാലത്ത് ആ മോഷണം ഒളിപ്പിക്കാനുള്ള ശ്രമം നടന്നു. ഈ സംഭവങ്ങളെപ്പറ്റി പാർട്ടി എന്താണ് ഒരന്വേഷണവും നടത്താത്തത്? സാധാരണ എല്ലാ കാര്യത്തിലും പാർട്ടി അന്വേഷണ കമ്മീഷനെ വെക്കുന്ന ഒരു പാർട്ടിയാണ് CPM. ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വികാരങ്ങളെ CPM മാനിക്കാത്തത് എന്താ? അയ്യപ്പൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ് പ്രസംഗിച്ച ആളെ, അങ്ങനെ അവകാശപ്പെട്ടയാളെ സംസ്ഥാന സമിതിയിൽ വെച്ചിരിക്കുന്നത് എന്താ? ഇതെല്ലാം വീട്ടിൽ കയറി വരുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കണം. കാരണം ഇത്രയെങ്കിലും ചോദിച്ചില്ലെങ്കിൽ അയ്യപ്പൻ പൊറുക്കില്ല. ഇനി ഗൃഹസമ്പർക്കത്തിന് ഇറങ്ങുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇത്രയെല്ലാം കൊള്ളരുതായ്മ ചെയ്തിട്ടും ഹിന്ദു വീടുകളിൽ നിങ്ങൾക്ക് കയറി ചെല്ലാൻ കഴിയുന്നത് തന്നെ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ വൈറസാണ്, പകർച്ചവ്യാധിയാണ് എന്നൊക്കെ ആക്ഷേപിക്കുന്ന സനാതന ധർമ്മത്തിൻ്റെ മഹത്വം കൊണ്ടാണ്. ലോകത്ത് മറ്റൊരു ജനവിഭാഗത്തിനും ഇത്രയേറെ സഹിഷ്ണുത ഉണ്ടാവില്ല. സനാതന ഹിന്ദുവിനെ പോലെ ക്ഷമയും സഹനശക്തിയുമുള്ള മറ്റൊരു മതവിഭാഗവും ഈ ഭൂലോകത്തിനില്ല. അയോധ്യയിൽ അധിനിവേശ ശക്തികൾ തച്ചുടച്ച ശ്രീരാമക്ഷേത്രം പുനർനിർമ്മിക്കാൻ 500 വർഷം പ്രാർത്ഥനയോടെ കാത്തിരുന്നവരാണ് ഈ രാജ്യത്തെ സനാതനധർമ്മികൾ. അതുതന്നെയാണ് ശബരിമലയിലും കാണുന്നത്. ആചാര ലംഘനത്തെ നേരിടാൻ നാമജപമാണ് ഉപയോഗിച്ചത്. ആയുധത്തിൻ്റെയോ അക്രമത്തിൻ്റെയോ പാതയല്ല. പക്ഷേ സനാതന ഹിന്ദുവിൻ്റെ അടിസ്ഥാന മൂല്യമായിട്ടുള്ള അഹിംസയെയും സഹനശക്തിയെയും ഒക്കെ മുതലെടുക്കാം എന്നുള്ള കമ്മ്യൂണിസ്റ്റ് ധാർഷ്ട്യം, കള്ളന് കഞ്ഞിവെക്കുന്ന കോൺഗ്രസുമായി ചേർന്നുള്ള ഗൂഢാലോചനകൾ, ഇതിനെല്ലാം പുതുവർഷത്തിൽ
ഭഗവാൻ തന്നെ മറുപടി പറയിക്കും എന്ന് ഉറപ്പുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ മെസ്സേജായിട്ടിടണം. ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു.